അപ്പോൾ ഇതിൽ കോപ്പർട്ടി ഇട്ടിട്ട് എന്തുകൊണ്ട് പ്രഗ്നൻസി ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പൊസിഷൻ ചിലപ്പോൾ മാറിപ്പോകും. നമ്മൾ യൂട്രസിൻ്റെ ഏറ്റവും മേൽഭാഗത്തേക്കാണ്, ഫണ്ടസിലേക്കാണ് നമ്മൾ ഈ കോപ്പർട്ടി ഇടുന്നത്. ഒരു ടി ഷേപ്പ് ചെറിയൊരു ഡിവൈസാണ്. അപ്പോൾ ഇത് പൊസിഷൻ മാറി താഴെ ഇങ്ങനെ സെർവൈക്കൽ കാനാലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുന്നുകൊണ്ട് ചിലപ്പോൾ പ്രഗ്നൻസി ആവും. അതാണ് ഈ കോപ്പർട്ടി ഇട്ടിരുന്നു എനിക്ക് പ്രഗ്നൻസി ആയി എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വളരെ തിന്നായിട്ടുള്ളൊരു സാധനമാണ് ഈ കോപ്പർട്ടി. അപ്പോൾ അതിൻ്റെ താഴെ ഈ നമ്മുടെ സെർവൈക്കൽ ഗർഭാശയ മുഖത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ ഇത് വന്നിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുത്തിക്കൊണ്ടിട്ട് ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പെയിൻ വരാം. ചെയ്യുന്നവർക്കും അതായത് നമുക്കും പെയിൻഫുൾ ആയിരിക്കും കോണ്ടാക്ട് ചെയ്യുന്ന സമയം. അപ്പം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചില പേഷ്യൻസ് ഉണ്ട് 10 വർഷം വരെ അല്ലെങ്കിൽ ഈവൻ ഇതിൻ്റെ ലൈഫ് സ്പാൻ കഴിഞ്ഞിട്ട് പോലും ചിലപ്പോൾ 55 ഇയേഴ്സ് 50 ഇയേഴ്സിലൊക്കെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വരുമ്പോഴത്തേക്ക് നമ്മൾ യൂട്രസിനകത്ത് കോപ്പർട്ടി കാണാറുണ്ട്. അപ്പം നമ്മൾ രണ്ടും ഉണ്ട്, സൈഡ് എഫക്ട്സ് വരുന്നവരും ഉണ്ട്, അതുപോലെ തന്നെ വളരെ സേഫായിട്ട് ഇടുന്നവരും ഉണ്ട്. അപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് ഈ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ കാരണം മാറ്റുന്നവരുടെ, അതായത് ഫസ്റ്റ് 1 ഇയർ ഇത് റിമൂവ് ചെയ്യുന്നവരുടെ നമ്പർ കൂടുതലാണ്. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മെത്തേഡ്സിൽ ഏറ്റവും സേഫ് കോപ്പർട്ടി ആണെന്ന് മനസ്സിലാക്കുക. മാം, ഈ കോപ്പർട്ടി ഇട്ട് കഴിഞ്ഞാൽ വെയിറ്റ് വെക്കുമെന്ന് പറയുന്നത് അതുള്ളതാണോ? വെയിറ്റ് വെക്കുക അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ മെലിഞ്ഞ ആൾക്കാർക്കെല്ലാം കോപ്പർട്ടി ഇട്ട് കൊടുത്താൽ പോരെ? അങ്ങനെയൊന്നുമില്ല. കോപ്പർട്ടി ഇട്ടാൽ വെയിറ്റ് ഒന്നും വെക്കത്തൊന്നുമില്ല. അതൊക്കെ ചുമ്മാ പറയുന്നതാണ്.